ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പ്രകാശനാണെങ്കിൽ വിക്രം തൂങ്ങിയാടുന്നത് കണ്ടിട്ട് അയാളോട് പറയുന്നുണ്ട്, എടാ നിന്നോട് ഞാൻ പറഞ്ഞു തരടാ എന്റെ പെമ്മക്കളെ ഒന്ന് ചെയ്തിരുന്ന്, നീ പറഞ്ഞിട്ട് കേട്ടില്ലല്ലോടാ എന്ന് പറയാണ്. അപ്പൊ തന്റെ പെമ്മക്കൾ എല്ലാരും കൂടി പ്രകാശനെ കെട്ടിപ്പിടിക്കുകയാണ്. പ്രകാശൻ വിക്രമിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇവനോട് ഞാൻ പലവട്ടം പറയണേ എന്റെ പെമ്മക്കളെ വെറുതെ വിടാനായിട്ട്, പക്ഷെ ഇവൻ അതൊന്നും കേട്ടില്ല. എന്റെ പെമ്മക്കളെ എനിക്ക് ജീവനാടാ എന്ന് പറഞ്ഞിട്ട് പെമ്മക്കളെ കെട്ടിപ്പിടിച്ച് പ്രകാശൻ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ്. വിക്രം ഇങ്ങനെ തൂങ്ങി ആടിക്കൊണ്ടിരിക്കുകയാണ് കണ്ണും തുറന്നിട്ടോ. അതിനുശേഷം പെമ്മക്കളും പ്രകാശനോട് പുറത്ത് വരാന്തയിൽ ഇരിക്കുകയാണ്. വരാന്തയിൽ ഇന്ന് ശേഷം കല്യാണി പ്രകാശനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ അച്ഛൻ എപ്പോഴാ അച്ഛാ ഇതൊക്കെ ചെയ്തത്, എന്തിനാണ് അച്ഛാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും പ്രകാശൻ പറയണ്ടേ, മക്കളെ ഞാനേ ഇപ്പം പരോളിൽ ഇറങ്ങിയപ്പോ തന്നെ ഇവനെ കാണാൻ വേണ്ടി വന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ സംഭവങ്ങൾ പറയാണ്. അങ്ങനെ കാണാൻ വേണ്ടി വന്നപ്പോഴേക്കും എന്റെ പെമ്മക്കളെ ഒന്നും ചെയ്യലേന്ന് ഇവനോട് ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഇവൻ എന്താ എന്നോട് പറഞ്ഞതെന്നറിയാവോ, എടോ തന്റെ പെമ്മക്കളെ കൊന്ന് ഞാൻ ഇവിടെ ശവമായിട്ട് കിടത്തുമ്പോഴേക്കും താൻ നെഞ്ചു പൊട്ടി കരയോടോ, തന്റെ നെഞ്ച് കലങ്ങി ഒഴുകോടോ എന്തൊക്കെ പറഞ്ഞിട്ട് എന്റെ നെഞ്ചിൽ തല്ലി ചതച്ചിട്ടാണ് ഇവൻ പടി ഇറങ്ങിപ്പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല, ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണോന്ന്. അതുകൊണ്ട് അങ്ങനെ പോയിട്ട് അവൻ പുറത്തു പോയിട്ട് തിരിച്ചപ്പോ രാത്രി ആവുന്നത് വരെ ഞാൻ കാത്തിരുന്നു. അതിനുശേഷം രാത്രി ആയപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങൾ പറയാണ്. ഇവനും അതായത് ഇവന്റെ ബാക്കി രണ്ട് കൂട്ടുകാരും കൂടി ഉണ്ടല്ലോ, വിക്രമിന്റെ കൂട്ടുകാരും കൂടി രാത്രി മദ്യപിച്ച് ഇങ്ങനെ ലെക്ക് കെട്ടി ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ കിടന്നുറങ്ങുവാട്ടോ. പ്രകാശൻ എല്ലാം ജനലിന്റെ സൈഡിൽ കൂടി കർട്ടനിൽ കൂടി എല്ലാം കാണുന്നുണ്ട്. മൂന്ന് പേരും ബോധമില്ലാതെ കിടക്കുവാണ്. പെട്ടെന്ന് വിക്രം ചാടി എഴുന്നേക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവള് എന്റെ ജീവൻ തകർത്തത് അവളാ, എന്റെ മൂന്നാമത്തെ പെങ്ങളായ കല്യാണി, അവളെയാണ് ഞാൻ ആദ്യം കൊല്ലാൻ പോണത്. നിങ്ങൾ ഈ തോക്ക് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ആ തോക്ക് ചൂണ്ടിക്കാണിക്കാണ്. ഇതൊക്കെ പ്രകാശം കാണുന്നുണ്ട്. ശേഷം വിക്രം പറയുന്നുണ്ട്, ഈ തോക്ക് കൊണ്ട് ഞാൻ ആദ്യം ഷൂട്ട് ചെയ്യണത് അവളെ ആയിരിക്കും, ആ കല്യാണിനെ. അതിനുശേഷം കിരൺ എന്ന് പറഞ്ഞ അവളുടെ ഭർത്താവിന്. അവരാണ് എന്റെ രണ്ട് ടാർഗറ്റ്. അതിനുശേഷമുള്ള എന്റെ ടാർഗറ്റ് ആണ് കാർത്തിക. ആദ്യം കല്യാണിനെ കിരണിനെ ഇല്ലാതാക്കട്ടെ, അതിനുശേഷം കാർത്തിക എന്ന് പറയുമ്പോഴേക്കും കൂട്ടുകാരൻ പറയണ്ടേ, എടാ നിന്റെ കല്യാണി എന്ന് പറഞ്ഞ പെങ്ങളെ ഒരുപാട് പ്രാവശ്യം നീ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്, പക്ഷെ അന്നൊന്നും അവള് മരിച്ചില്ല. ഈ പ്രാവശ്യമെങ്കിലും അവള് മരിക്കുമായിരിക്കും, കാരണം തോക്കാണല്ലോ കയ്യിലുള്ളത്. അതേടാ ഇതിനുള്ളില് ഫുൾ ബുള്ളറ്റ് ആണ്. ഒരു പ്രാവശ്യം മിസ്സായാലും രണ്ടാമത്തെ പ്രാവശ്യം നേടിയെടുക്കാൻ സാധിക്കോടാ. എല്ലാത്തിന്റെ കാരണക്കാരി അവള് നാളെ തീരാൻ പോകുവാണ്. എടാ ഒരെണ്ണം കൂടി ഒഴിക്കടാ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരന്റെ എനിക്ക് കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗ്ലാസ്സിലെ മദ്യം കൂടി കമഴ്ത്തി കുടിക്കുകയാണ് വിക്രം. അതിനുശേഷം പറയുന്നുണ്ട്, കിരണിനെ അവനെ ഞാൻ ഇല്ലാതാക്കും, അവന് കത്തിയായിട്ട് പോയിക്കിനെ അവൻ നമ്മളെ തോൽപ്പിക്കും, പക്ഷെ തോക്കും കൊണ്ട് ദൂരത്തുനിന്ന് ഷൂട്ട് ചെയ്താൽ അവനൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു, അത് നീ പറ ശരിയാടാ, ആ ഗംഗപ്രസനെ കൊന്നത് അവനാണല്ലോ. എടാ ഗംഗനെ കൊന്നത് അവനല്ലടാ, മറ്റവൻ ആ ജയിൽ പുള്ളി മനോഹർ എന്ന് മറ്റേ കൂട്ടുകാരൻ പറയാണ്. വിക്രം പറയുന്നുണ്ട്, അതെ മനോഹറാണ് ഗംഗേട്ടന്റെ തല കടിച്ചെന്നുണ്ടെങ്കിലും പക്ഷെ ഗംഗേട്ടനെ മരിക്കാനാവുന്ന വിധം അടിച്ചു തകർത്തത് ആരാണ്, ആ കിരൺ എന്ന് പറഞ്ഞവൻ. അതിനുശേഷമാണ് മനോഹർ അവന്റെ തലക്കിട്ടടിച്ചത്. ചാവാനായ ഗംഗേട്ടന്റെ തലക്കടിച്ചത് കൊന്നത് മനോഹറാണ്. അത് ബോധമുള്ള സമയത്താണെങ്കിൽ ഗംഗേട്ടനുണ്ടല്ലോ ആ വടി മേടിച്ച് ആ മനോഹറിന്റെ തലക്കിനടിച്ച് കൊന്നാനെ. ഇത് ആ കൊല്ലാനാവുന്ന രീതിയിലേക്ക് ഗംഗേട്ടനെ കൊണ്ട് എത്തിച്ചത് ആ കിരണാണ്. അവനെ ഞാൻ കൊല്ലും, അവരെയൊക്കെ ഞാൻ ആദ്യം കൊല്ലാൻ പോണത്. നോക്കിക്കോ, നാളെ എന്റെ ടാർഗറ്റ് തെറ്റില്ലടാ, നാളെ അവരുടെ ശവം കാണും. പിന്നെ എന്റെ അച്ഛൻ പ്രകാശൻ എന്ന് പറഞ്ഞ ആള്, പ്രകാശൻ അയാള് നല്ല പ്രകാശം പടർത്തിക്കൊണ്ടു വെച്ചു എന്റെ ചെറുപ്പകാലത്ത്. നിങ്ങളടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ അമ്മൂമ്മയുടെയും അച്ഛന്റെ കാര്യം, എന്നെ പൊന്നുപോലെ അവര് നോക്കിയത്. പക്ഷെ അന്നൊക്കെ അവൾക്ക് നല്ല പ്രകാശമായിരുന്നു. പക്ഷെ അയാൾക്ക് ഇപ്പൊ 1% പോലും പ്രകാശമില്ല. അയാളെ പെമ്മക്കളങ്ങനെ ചത്തൊടുങ്ങി കിടക്കുമ്പോ നെഞ്ചുപൊട്ടി ചാവും അയാള് എന്ന് പറഞ്ഞിട്ട് വിക്രം പൊട്ടിച്ചിരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ കിടക്കുവാട്ടോ. പ്രകാശൻ ഇതെല്ലാം കേട്ടുകൊണ്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവാണ്. നോക്കുമ്പോ വാതിൽ അടച്ചിട്ടില്ല കേട്ടോ. വാതിൽ തുറന്നിട്ട് പ്രകാശൻ അകത്തേക്ക് കയറാണ്. ഭാഗ്യം വാതിൽ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ നേരെ നിലത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് 3 പേരും കൂടി അങ്ങനെ തന്നെ കിടന്നുറങ്ങിയിരിക്കാട്ടോ. ഒരു കൂട്ടുകാരൻ നിലത്ത് കിടക്കുന്നു, മറ്റേ കൂട്ടുകാരനും വിക്രവും കൂടി കട്ടിന്റെ മുകളിൽ കിടക്കാണ്. രാവിലെ ആവുന്നതുവരെ പ്രകാശൻ അവിടെ തന്നെ ഇരുന്നു. രാവിലെ ആകുമ്പോഴേക്കും കൂട്ടുകാരൻ പെട്ടെന്ന് എഴുന്നേക്കുവാണ്. എടാ വിക്രമേ എഴുന്നേക്കടാ, രാവിലെയായി. എന്താടാ എടാ രാവിലെ ആയെന്ന്? അയ്യോ ഇത്ര സമയമോ? എടാ നമ്മളപ്പോ എപ്പോഴാണ് ഉറങ്ങിയത് എന്ന് വിക്രം ചോദിക്കുമ്പോ കൂട്ടുകാരൻ പറയണ്ട, അറിയില്ലടാ ഫിറ്റ് ആയതുകൊണ്ട് ഉറങ്ങിയത് എപ്പോഴാണെന്ന് ഓർക്കുന്നില്ല. എടാ നീ എന്നൊരു കട്ടനെടുക്കടാ എന്ന് വിക്രം പറയുമ്പോ, എടാ കട്ടനൊന്നും എടുക്കാൻ സമയമൊന്നുമില്ല, കളർ അടിച്ചാലേ ഈ തലയുടെ കെട്ട് മാറത്തുള്ളൂ. ഈ സമയത്ത് കളറൊന്നും വേണ്ടടാ, കുടിച്ചാൽ ശരിയാവില്ല, കുടിക്കാതെ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എന്ന് വിക്രം പറയാണ്.
എടാ നീ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടെ പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ആ കുറ്റിക്കാട്ടിലേക്ക് വാ. അവിടെ ആകുമ്പോഴേക്കും പോലീസുകാർ പിടിക്കാൻ വന്ന പുഴയുണ്ട്, പുഴയിലേക്ക് ഇറങ്ങി രക്ഷപ്പെടുകയും ചെയ്യാം. എടാ അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ. എടാ ഞങ്ങൾ അവിടെ തന്നെ അടക്ക കൂടുന്നത്, അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ ഫ്രിഡ്ജിൽ ദോശമാവുണ്ട്, മുട്ടയുണ്ട്, നീ ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചോ, എന്ന് ഞങ്ങൾ പിന്നെ വരാടാ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ. വിക്രം കുളിച്ച് റെഡിയായിട്ട് ഷൂവും പുതിയ ഷർട്ടൊക്കെ ഇട്ട് ആ തോക്കുമായിട്ട് കണ്ണാടിയുടെ മുമ്പിലേക്ക് നിൽക്കാണ്. ശേഷം ഷൂട്ട് ചെയ്യാൻ വേണ്ടി കല്യാണിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം പോലെ നിൽക്കുന്നുണ്ട്. പിന്നെ സ്വന്തം തലയിൽ ഇങ്ങനെ പിടിച്ചു നോക്കുന്നുണ്ട്. ശേഷം ആ തോക്കും പോക്കറ്റിൽ വെച്ചിട്ട് വിക്രം വാതിൽ തുറക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും പ്രകാശിന് ഒരു ഇരുമ്പൊലൊക്കെ ആയിട്ട് തൊട്ട് പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. വിക്രം അത് കാണുന്നില്ല. വിക്രം വാതിൽ തുറക്കാൻ വേണ്ടി കൈ പൊക്കുമ്പോഴേക്കും പ്രകാശൻ പുറകെ നിന്നിട്ട് ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് വിക്രത്തിന്റെ തലക്കിട്ട്. വിക്രം പെട്ടെന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പ്രകാശൻ കേട്ടോ വീണ്ടും വിക്രത്തിന്റെ തലയിലേക്ക് ഒറ്റ അടി വെച്ച് കൊടുക്കാണ് പ്രകാശൻ. വിക്രം അപ്പൊ തന്നെ കുഴഞ്ഞു വീണ് അവിടെ കിടക്കുവാണ്, നിറച്ചും ചോരയാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പ്രകാശൻ പെമ്മക്കളോട് പറയുന്നുണ്ട്, എന്നിട്ട് ഞാൻ കാത്തിരുന്നു അവന്റെ ബോധം വരാൻ വേണ്ടി. അവനോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നേ. മോൾ ഇന്നലെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ സായാഹ്നത്തിലാണെന്ന്. ആ സമയത്ത് ഞാൻ വിക്രമിനെ കൊന്നോണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും നടന്ന കാര്യങ്ങൾ പ്രകാശൻ പറയാണ്. അങ്ങനെ അവൻ ബോധം വരുന്നവരെ ഞാൻ കാത്തിരുന്നു. ബോധം വന്നു അവന്. ബോധം വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് പറഞ്ഞു, കെട്ടഴിച്ചു വിടടോ എന്ന്. പ്രകാശ് അവ പറയുന്നുണ്ട്, എടാ എന്റെ പെമ്മക്കളെ വെറുതെ വിടടാ. എടാ നിന്നോട് എന്ത് തെറ്റാടാ അവര് ചെയ്തത്? നീ ചെറുപ്പത്തിലായിരിക്കുന്ന സമയത്തെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴും നീ ഒരു പെണ്ണിനെ വളച്ചലോടാ, ചിത്രകാരനാണെന്ന് പറഞ്ഞിട്ട് സോണി. അന്ന് ആ പാവപ്പെട്ട പെണ്ണിനെ വളയ്ക്കാൻ വേണ്ടി നീ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ച് അവൾക്ക് കൊടുക്കുമായിരുന്നു. പക്ഷെ നീ വരച്ച ചിത്രമല്ല അത്, എന്റെ പാവപ്പെട്ട മിണ്ടാപ്രാണി കല്യാണി മോള് വരച്ച ചിത്രമായിരുന്നു. അതൊക്കെ മോഷ്ടിച്ച് നീ സോണിനെ കൊണ്ടേ കാണിക്കുമായിരുന്നു. അങ്ങനെ അവളെ നീ കൈക്കലാക്കി. അതിനുശേഷമോ കല്യാണി പാവം അവൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവളെ പഠിപ്പ് നിർത്താൻ വേണ്ടി അമ്മുമ്മ ബുക്കെല്ലാം കത്തിച്ചു. നിനക്ക് 4 നേരം ഭക്ഷണം തരുമ്പോ കല്യാണി ഒരു നേരം പോലും ഭക്ഷണം കഴിക്കില്ലായിരുന്നു. നിനക്ക് ഭക്ഷണത്തിന് ഇഷ്ടപ്പെട്ട കറികളെല്ലാം വേണമായിരുന്നു. അഥവാ ചിക്കൻ ഇല്ലെങ്കിൽ അച്ഛാ ചിക്കൻ താ മേടിച്ചിട്ട് വാ, അത് പറഞ്ഞാൽ ചിക്കൻ മേടിച്ചിട്ട് വരും. അച്ഛാ മീൻ വേണം, അപ്പൊ ഞാൻ മീൻ മേടിച്ചിട്ട് വരും. അന്ന് പൈസയൊന്നുമില്ല, പക്ഷെ ഞാൻ കടം മേടിച്ചിട്ടാണെങ്കിലും നിനക്ക് എല്ലാം മേടിച്ചു തരുമായിരുന്നു. നിന്റെ അമ്മ എല്ലാം നിനക്ക് വെച്ചു വിളമ്പി തരുമായിരുന്നു. എന്നിട്ട് നീ ഇങ്ങനെയായി പോയല്ലോടാ. എടാ നീ മര്യാദക്ക് ജീവിക്കടാ. എടോ തന്നെ ഞാൻ കൊല്ലോടോ എന്ന് പറയാടെ. തന്റെ പെമ്മക്കളെ ഞാൻ കൊല്ലോടോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീമ്പുളക്കാണ്. പ്രകാശൻ പറയുന്നുണ്ട്, എടാ നിനക്കേ ഇതിന്റെ 28 നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് എങ്ങനെ ഓർമ്മയുണ്ടാ? നിന്റെ 28 നീ കൈക്കുഞ്ഞല്ലേ. അന്ന് നിനക്ക് എന്ത് പേരിടണമെന്ന് ഞാനും അമ്മ ഒരുപാട് തല പുകഞ്ഞ് ആലോചിച്ചു. പേരിൽ പോലും ഒരു കുറവ് ഉണ്ടാവാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നിനക്ക് വിക്രമാദിത്യൻ എന്നിട്ടത്. വിക്രമാദിത്യൻ, മഹാരാജ വിക്രമാദിത്യൻ. പക്ഷെ നീ എന്തായത്? വിക്രമാദിത്യന്റെ കഴുത്തില് വെറും ഒരു വേതാളമായിട്ട് വേതാളങ്ങളെ പോലെ കടിച്ചു കൊന്നു ജീവിക്കാൻ നോക്കി നീ. ഇല്ലടാ, എന്റെ പെമ്മക്കളെ കൊല്ലാൻ വേണ്ടി നീ ഇനി ജീവിച്ചിരിക്കണ്ട. അതേ കിടക്കുന്നൊരു തോക്ക് എടുത്തോടാ എന്ന് പറയുമ്പോഴേക്കും വിക്രം എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും പ്രകാശൻ വിക്രത്തിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും പ്രകാശൻ വിക്രത്തിന്റെ കൈയും കലക്കി കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വിക്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് വിക്രം പറയണ്ടോ താൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ അടി വീണ്ടും വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നു കേട്ടോ. അപ്പൊ നാളെ കാണിക്കാൻ വന്ന വിക്രത്തിന്റെ മരണമാണ്. പിന്നെ പ്രകാശൻ മറ്റൊരു സത്യം കൂടെ അറിയുന്നുണ്ട് കേട്ടോ, സരയുവിന്റെ. അതിന്ന് കാണിച്ചിട്ടില്ല, നാളെ കാണിക്കും. സരയു ആണ് മെയിൻ ശത്രു എന്നുള്ളത് നമ്മുടെ പ്രകാശൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതെന്തായാലും പ്രകാശൻ ഉടനെ തന്നെ പറയും. ജയിലിൽ പോകുന്ന മുമ്പ് തന്നെ കിരണിനോട് പറയുകയും ചെയ്യും. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.